ഈ കുട്ടി പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? അതിന് മുമ്പ് ഞാനൊരു വേറൊരു സാധനം പാടി വെച്ചിട്ട് അതും പാടി നിങ്ങളൊന്ന് നോക്കി. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് ആണെങ്കിൽ കുറച്ചൊരു ഇത്ര ഒരു ദൂരത്തിലിരിക്കാം. എന്നിട്ട് ഇതിന്റെ മേലെ ആരെങ്കിലും ചെയ്തു വെച്ച നല്ലൊരു വീഡിയോ എടുത്ത് നോക്കാം. ഏറ്റവും നല്ലൊരു വീഡിയോ ഇതിന്റെ മേലേക്ക് ഇങ്ങനെ പ്ലേ ചെയ്യാം. പ്ലേ ചെയ്തിട്ട് അയ്യോ എന്താ അയ്യോ ഇങ്ങനത്തെ ഒരു തൊലിഞ്ഞ എക്സ്പ്രഷൻ ഇടാം. എന്നിട്ട് ആരെങ്കിലും ചെയ്തു വെച്ചൊരു നല്ല വീഡിയോ ആണ്. എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ട് ആണോ അയ്യോ എന്തായാലും ഇത് മതിയാക്കിക്കോ. എത്രയോ വ്യൂസ് എന്റെ അമ്മയിൽ ഇരുന്ന് കാണുമെന്നു. ഞാൻ എനിക്ക് എന്തിനാ അതിൽ ഇരുന്ന് കാണുന്നത്? ഇരുന്ന് കാണും നല്ലൊരു വീഡിയോ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി, റീച്ച് ആവും. സത്യറ്റും ഒരാഴ്ച കണ്ടിന്യൂസ് ചെയ്ത് നോക്ക്, ചിലപ്പോൾ ഒരു ആദ്യം തന്നെ 10,000 ഫോളോവേഴ്സ് കിട്ടും. നിങ്ങൾ അതിന്റെ മുന്നേ ആദ്യം പോസ്റ്റർ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ അതിൽ ഓൻ ചെയ്ത പ്രവർത്തിയില്ല, അതപ്പം ഞാൻ ചെയ്യാൻ പോകണം. ഇവിടെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞു, അപ്പൊ അവൾ ആ വീഡിയോ എടുത്തിട്ട് തന്നെ ഞാൻ റിയാക്ട് ചെയ്യും. ആ വീഡിയോ എടുത്തിട്ട് തന്നെ ഞാൻ റിയാക്ട് ചെയ്യും. പിന്നെ നിങ്ങളൊന്നും മനസ്സിലാക്കാത്ത ഒരു സംഗതി തീമുണ്ട്. ഒരു വീഡിയോ കാണണം, എന്നിട്ട് അത് ജനങ്ങളിലേക്ക് എത്താൻ നല്ലപോലെ പറ്റുമോ എന്ന് നോക്കണം. എന്നിട്ട് അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ പഠിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് വീഡിയോ എടുക്കണം, എന്നിട്ട് എഡിറ്റ് ചെയ്യണം. എന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ആകാൻ നേരത്തെ അതിന് കോപ്പിറൈറ്റ് വരുന്നുണ്ടോ നോക്കണം. ഇതൊക്കെ കേട്ട് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ അടുത്തേക്ക് എത്തിക്കണം. ഇതിന്റെ മുകളിൽ കാണുന്ന ഒരു മുഖം ഉണ്ടല്ലോ, അത് ഞാൻ വാടക ആളെ കൊടുക്കുന്നതല്ല, അത് ഞാനാണ്. ഈ സമയം കളഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് തൊലിച്ചിരുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് നല്ല സുഖമാണ്, അടിയിലൊരു വീഡിയോ വെച്ചിട്ട് കുണുകുണുകുണുകുണുകുണു എന്ന് പറഞ്ഞാൽ മതി. അതല്ല ഇവിടെ പണി. ഇതിന് പണി വേറെ ഉണ്ട്. എന്നിട്ട് ഓളിങ്ങനെ വന്നിട്ട് ഇതിപ്പോ എന്തുണ്ടായില്ല അറിയാം. ഓള് റിയാക്ട് ചെയ്യരുതെന്ന് പറഞ്ഞ വീഡിയോ എടുത്തിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്തത്.